നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയോട് മക്കൾക്കുള്ള പ്രേമവും ആത്മാർത്ഥതയും മൂലം ആശ്രമത്തിൽ രസകരമായ പ്രത്യേക സാഹചര്യം ഉണ്ടാകാറുണ്ട്. അമ്മ എന്നെ ആയിരിക്കണം കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഞാനായിരിക്കണം അമ്മയുടെ ഏറ്റവും അടുത്ത ഭക്തൻ എന്ന് ഓരോരുത്തരും ഉള്ളിൽ ആഗ്രഹിക്കുന്നു. ഈ മനോഭാവം ഗൃഹസ്ഥ ഭക്തന്മാർക്കും ബ്രഹ്മചാരികൾക്കും ഒരുപോലെയുണ്ട്. ഒരിക്കൽ ഒരു ബ്രഹ്മചാരിയോട് അമ്മ പറഞ്ഞു, മോന് കൊച്ചു കുട്ടികളെ പോലെ ഇപ്പോഴും പിണക്കവും ദേഷ്യവുമാണ്. ഇത്രയും ധ്യാനിച്ചിട്ടും ഇതൊന്നും മാറ്റാൻ കഴിയാത്തതെന്താണ്? ശ്രദ്ധിക്കണം, ചിന്തിച്ചു നോക്കണം. അമ്മയ്ക്കാരോടും സ്നേഹക്കൂടുതലില്ല. അക്കാര്യം ചിന്തിക്കണം. സ്വാർത്ഥത മാറാതെ ഉള്ളിൽ ഈശ്വരൻ പ്രകാശിക്കുകയില്ല. കഷ്ടപ്പെടാതെ പറ്റില്ല. അധ്വാനിച്ചാൽ ഫലം കിട്ടും. അമ്മയ്ക്ക് എല്ലാവരും തുല്യം, എല്ലാവരോടും തുല്യമായ സ്നേഹം. യോഗ്യത നോക്കി പെരുമാറ്റത്തിൽ വൈവിധ്യം കാണിക്കുകയും ചെയ്യും. അമ്മ പറയും, സൂര്യൻ എല്ലാവർക്കും ഒരുപോലെ ചൂടും വെളിച്ചവും നൽകുന്നു. ചിലർ സ്വയം മറകെട്ടി അതിനകത്തിരുന്നിട്ട് എനിക്ക് സൂര്യൻ വെളിച്ചം തരുന്നില്ല, ചൂട് തരുന്നില്ല, പക്ഷഭേദം കാണിക്കുന്നു എന്ന് പറയും. ഇതുപോലെയാണ് ദൈവത്തെ ഓരോരുത്തർ കുറ്റം പറയുന്നത്. എനിക്കാരോടും പ്രത്യേകതയില്ല, എല്ലാവരും ഒരുപോലെയാണ്. സാധന ചെയ്ത് ചിത്തശുദ്ധി നേടിയാൽ ആധ്യാത്മിക രംഗത്ത് കാണപ്പെടുന്ന സ്വാർത്ഥതയും മത്സര്യവും അപ്രത്യക്ഷമാകും. ഏതായാലും അമ്മയോടുള്ള ഭക്തിയുടെ പേരിൽ പിരിമുറുക്കം ഉണ്ടാകാറുണ്ട്. എല്ലാറ്റിനും ചരട് പിടിച്ചും കൊണ്ട് അമ്മ മറയ്ക്കു പിന്നിൽ നിന്ന് കുടുകൂടെ ചിരിക്കുകയും ചെയ്യും. ഗുരുവിൻ്റെ അടുക്കൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വാധീനം തനിക്കായിരിക്കണമെന്ന് ജീവൻ മുക്താവസ്ഥയിൽ പോലും ഒരു ശിഷ്യന് തോന്നും എന്ന് അമ്മ പറയുന്നു. അമ്മ തൻ്റെ ബ്രഹ്മചാരി മക്കളോട് പറയാറുണ്ട്, നിങ്ങളുടെ പുരോഗതിക്കു വേണ്ടിയാണ് ഈ ആശ്രമം. ആശ്രമത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടായേ മതിയാവും. ബ്രഹ്മചാരി മക്കളുടെ ശ്രദ്ധയും വിനയവും കണ്ടുവേണം മറ്റുള്ളവർ പഠിക്കേണ്ടത്. ഉള്ളിലേക്ക് നോക്കി ശാന്തി അനുഭവിക്കാൻ നോക്കണം. അല്ലാതെ ബാഹ്യമായി നോക്കി നീങ്ങിയാൽ സന്യാസ ജീവിതത്തോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. ഏതെങ്കിലും ബ്രഹ്മചാരി തെറ്റു ചെയ്താൽ അമ്മ ആഹാരം കഴിക്കുകയില്ല. ചിലപ്പോൾ മുറിയിൽ അടച്ചു കിടക്കും. വാർത്ത ആശ്രമം മുഴുവൻ പരക്കും. തെറ്റുകാരൻ്റെ നില പരുങ്ങലിലാകും. അതല്ലെങ്കിൽ തെറ്റു ചെയ്ത ആളിനോട് അമ്മ ദിവസങ്ങളോളം മിണ്ടുകയില്ല. തെറ്റുകാരൻ അമ്മയോട് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കും. ചിലപ്പോൾ അമ്മ ശകാരിക്കും. അത് പലപ്പോഴും ഒരു നീണ്ട ആധ്യാത്മിക പ്രഭാഷണമായിരിക്കും. നിങ്ങൾ കബീറിൻ്റെയും തുളസീദാസിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം. ദുഃഖമുണ്ടായില്ലെങ്കിൽ ആധ്യാത്മിക പുരോഗതി പ്രയാസമാണ്. അതുകൊണ്ട് ഇല്ലായ്മയുടെ സ്വാദും നിങ്ങൾ അറിയണം. ഹരി ഓം നമഃ ശിവായ.